നമസ്കാരം, ഞാൻ രശ്മി. പ്രഭാതരശ്മികൾ ചിത്രപ്പണികളോടെ അകത്തളങ്ങളിൽ വിരിഞ്ഞു തുടങ്ങിയ ഈ ഒഴിവ് ദിനത്തിൽ എലഗൻറ്റ് ഹോംസിൻ്റെ വിസ്മയങ്ങളിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പതിവുകളിൽ നിന്നും വ്യത്യസ്തമായി ഇന്നൊരു യാത്രയാണ്. മനുഷ്യനും പ്രകൃതിയും ഒരു ഡിസൈനറുടെ ഹൃദയത്തിന് മുകളിൽ പതിപ്പിക്കുന്ന അടയാളപ്പെടുത്തലുകളിലൂടെ ഒരു യാത്ര. സേജ് ഗ്രൂപ്പ് ഓഫ് ആർക്കിടെക്ട്സിലെ ശ്രീ PN മോഹനൊപ്പം നഗരവീഥികൾ പിന്നിട്ട് നാം എത്തിച്ചേരുക നിശബ്ദത പൂക്കുന്ന ശാന്തൻപാറയിലാണ്. ഇത് പ്രശാന്തസുന്ദരമായ ശാന്തൻപാറ. ശാന്തമുനി തപസ്സിരുന്നതായി പറയപ്പെടുന്ന ശാന്തൻപാറയുടെ ആത്മാവിൽ നിറയുന്ന കാറ്റിലുമുണ്ട് ദൈവീകതയുടെ ഒരോർമ്മപ്പെടുത്തൽ. രാജഭരണത്തിന്റെ തിരുശേഷിപ്പുകളിലൂടെ വേണം നമുക്ക് ശാന്തൻപാറയുടെ ഹൃദയത്തെ തൊട്ടറിയാൻ. രാജകീയ ഓർമ്മകളുണർത്തുന്ന രാജാക്കാടും രാജകുമാരിയും സേനാപതിയും ഖജനാപാറയുമൊക്കെ നമ്മുടെ യാത്രകൾക്ക് ഹൃദയതാളമാകും എന്നതിൽ സംശയമില്ല. തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ പിരിമുറുക്കങ്ങളിൽ നിന്നും പ്രകൃതിയുടെ ഹൃദയത്തിലേക്ക് കുടുംബസമേതമുള്ള യാത്രകൾ നമുക്ക് പകരുന്ന ഊർജത്തിന് അതിരുകളില്ല. അത് കുടുംബാന്തരീക്ഷം പ്രതിഫലിക്കുന്ന ഒരിടമായാൽ പിന്നെ പറയുകയും വേണ്ട. ഈയൊരു അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നവയാണ് റിസോർട്ടുകൾ. വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്നെത്തുന്ന ആളുകളെയെല്ലാം ഒരുപോലെ സന്തോഷിപ്പിക്കാൻ റിസോർട്ടുകൾക്ക് കഴിയുന്നതിനു പിന്നിൽ നമ്മൾ ഒരുക്കുന്ന സൗകര്യങ്ങളുടേതായ ഒരു മനഃശാസ്ത്രമുണ്ട്. അവിടെയാണ് മികവുറ്റ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഡിസൈനറുടെ പ്രസക്തി ആകാശത്തോളം വലുതാകുന്നത്. ശാന്തൻപാറയിലെ സ്പൈസസ് വില്ല എന്ന പ്രകൃതിയുടെ കുടക്കീഴിലുള്ള റിസോർട്ട് നമ്മുടെ മനം കവരുന്നതും ഈ ഡിസൈൻ മികവുകൊണ്ടാണ്. ശാന്തൻപാറയുടെ ഋതുഭേദങ്ങളിലേക്ക് സ്പൈസസ് വില്ലയെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് സേജ് ഗ്രൂപ്പ് ഓഫ് ആർക്കിടെക്ട്സിന്റെ ഉടമയും ഡിസൈനറുമായ ശ്രീ PN മോഹനാണ്. വീടായാലും റിസോർട്ടായാലും അതിന്റെ ഭാഗമാകുന്നവരുടെ മാനസിക ചിന്തകൾ കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം ഡിസൈൻ രൂപപ്പെടുത്താൻ. ഈ തിരിച്ചറിവുകളുടെ ഏറ്റക്കുറച്ചിലുകളാണ് ഡിസൈനിംഗ് ഭൂപടത്തിൽ ഓരോ ഡിസൈനറുടെയും സ്ഥാനം നിർണയിക്കുന്നത്. ശ്രീ മോഹനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണത തേടിയുള്ള യാത്രയാണ് ഓരോ ഡിസൈനിങ്ങും. ആധുനിക കാലത്തിന്റെ എല്ലാ വെല്ലുവിളികൾക്കും വ്യക്തമായ മറുപടി നൽകുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ ഡിസൈനിംഗ്. യൂട്ടിലിറ്റിക്ക് പരമാവധി പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഡിസൈനിംഗ് രീതിയാണ് അദ്ദേഹത്തെ കൂടുതൽ ജനകീയനാക്കുന്നത്. നമ്മുടെ ഇഷ്ടങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഭംഗം വരാതെ വീടിന്റെ സൗകര്യങ്ങൾക്ക് ഒരാകർഷണീയത വരുത്തുവാൻ അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ട്. വീടിനകത്തെ സ്പേസ് പരമാവധി ചൂഷണം ചെയ്യുന്നതിനൊപ്പം സ്വകാര്യത നിലനിർത്താനും അദ്ദേഹത്തിന് കഴിയുന്നത് അതുകൊണ്ടാണ്. കിടപ്പറ മാത്രമല്ല, ഒരു വീടിനകത്ത് സ്വകാര്യത ആവശ്യപ്പെടുന്ന ഇടം എന്ന് സ്വന്തം ഡിസൈനിങ്ങിലൂടെ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. പുരുഷനും സ്ത്രീയും കുട്ടികളും അടങ്ങുന്ന ആവാസ വ്യവസ്ഥയിൽ സ്വകാര്യത എല്ലായ്പ്പോഴും ആവശ്യമായി വരുന്നത് സ്ത്രീകൾക്കാണ്. ഈ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ശ്രീ മോഹൻ ഓരോ വീടും രൂപകൽപ്പന ചെയ്യുന്നത്. ലിവിങ്ങിനും ഡൈനിങ്ങിനും കിച്ചണുമെല്ലാം സ്വകാര്യതയുടെ നേർത്ത ആവരണങ്ങൾ നൽകുന്നതും അതുകൊണ്ടാണ്. യൂട്ടിലിറ്റി പോലെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് വീടിന്റെ ഷേപ്പുകളും. അകത്തളങ്ങളുടെ സൗകര്യങ്ങളിലേക്ക് ഇഴുകി നിൽക്കുന്ന ഷേപ്പുകളാണ് ഒരു വീടിന് എല്ലായ്പ്പോഴും അഭികാമ്യം. ഷേപ്പുകളുടെ പുതുമകൾ എലിവേഷന്റെ സൗന്ദര്യത്തെ ഇരട്ടിയാക്കുന്നതിനൊപ്പം അകത്തളങ്ങളിലെ സൗകര്യങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യും. വീടിനകത്തെ പാസേജുകൾ പലപ്പോഴും സൃഷ്ടിക്കപ്പെടുന്നത് വീട്ടമ്മയുടെ മനസ്സറിഞ്ഞായിരിക്കുകയില്ല. ഈയൊരു തിരിച്ചറിവിന്റെ പ്രതിഫലനമാണ് ശ്രീ മോഹന്റെ ഡിസൈനിൽ നമുക്ക് കാണാൻ കഴിയുക. വീടെന്ന സ്വപ്നത്തിലേക്ക് ഓടിയടുക്കുന്നവരുടെ മാനസിക തലങ്ങൾക്കാണ് ശ്രീ മോഹൻ പ്രാധാന്യം നൽകുന്നത്. ഡിസൈൻ ചെയ്യുന്ന ആളിനെ സംബന്ധിച്ച് അയാളുടെ വരുന്ന പ്ലോട്ട്, അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഒരു ഉടമസ്ഥൻ്റെ ബഡ്ജറ്റ്, അവരുടെ റിക്വയർമെൻറ്റ്സ്, ഇത് ക്രോഡീകരിക്കാനായിട്ട് കഴിയണം. ഒരാൾ വീട് പണിയുമ്പോൾ അയാളുടെ ബഡ്ജറ്റിന് അനുസൃതമല്ലാത്ത രീതിയിലോ അല്ലെങ്കിൽ അയാളുടെ പ്ലോട്ടിന് പറ്റാത്ത രീതിയിലോ അയാളുടെ റിക്വയർമെൻറ്റ്സ് യോജിക്കാത്ത രീതിയിലോ ആണ് വരുന്നതെങ്കിൽ അത് ആകെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഒന്നോ റിക്വയർമെൻറ്റ്സിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ പ്ലോട്ടിന് അനുയോജ്യമല്ലെങ്കിൽ അതിൻ്റെ ഭംഗി ഉണ്ടായിരിക്കണമെന്നില്ല, അതിൻ്റെ കോസ്റ്റിൽ ഇതുപോലെ തന്നെ ബഡ്ജറ്റ് വരുമ്പോൾ അത് തികയണമെന്നില്ല. അപ്പം അങ്ങനെ തികയാണ്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വലിയ പ്രശ്നം എന്ന് വെച്ചാൽ വീട് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ ബഡ്ജറ്റിലേക്ക് ഇത് പോയില്ലെങ്കിൽ ഇവർക്ക് വളരെയധികം മാനസിക പ്രശ്നം ഉണ്ടാകും.
അപ്പം അത് പലപ്പോഴും പല രീതിയിലുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണ്. വളരെ കൃത്യതയുള്ളൊരു പ്ലാനും വിദഗ്ധനായ ഒരാളുടെ മേൽനോട്ടം കൂടി ഉണ്ടെങ്കിൽ ഇതൊക്കെ പരിഹരിക്കാൻ കഴിയുന്നതാണ്. വീടെന്ന സ്വപ്നത്തെ യാഥാർത്ഥ്യത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്ന ശ്രീ മോഹന്റെ രീതികളാണ് സ്പൈസസ് വില്ലയുടെ നിർമ്മാണത്തിനായി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാൻ റിസോർട്ടിന്റെ ഉടമകളെ പ്രേരിപ്പിച്ച ഘടകം. 1 ഏക്കറിലായി 12 കോട്ടേജുകളാണ് ശ്രീ മോഹൻ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 3 സെന്റിൽ നിലകൊള്ളുന്ന ഓരോ കോട്ടേജും കാഴ്ചയ്ക്ക് പുതുമ പകരുന്നവയാണ്. സ്ഥലത്തിന്റെ കിടപ്പിനനുസരിച്ചാണ് മനോഹരമായി സ്പൈസസ് വില്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 3 സെന്റിൽ 350-400 സ്ക്വയർ ഫീറ്റിലായി നിർമ്മിച്ചിരിക്കുന്ന ഈ കോട്ടേജുകൾ സംസാരിക്കുന്നത് ഹൃദയഹാരിയായ പ്രകൃതിയുടെ ഭാഷയാണ്. നമ്മൾ ഈ പ്രോജക്റ്റ് പ്ലാൻ ചെയ്തപ്പോൾ ഒരു 3 സെൻറ്റ് സ്ഥലത്ത് ഒരു ചെറിയ 350-400 സ്ക്വയർ ഫീറ്റിൽ ഒരു കോട്ടേജ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെ 3000-4000 സ്ക്വയർ ഫീറ്റ് വീടുകളിൽ താമസിച്ച് വരുന്ന ആൾക്കാർക്ക് അതിൻ്റെ തോന്നലുണ്ടാവും എന്നുള്ള കോൺസെപ്റ്റ് എല്ലാം നോക്കാൻ വേണ്ടി നമ്മളൊരു ആർക്കിടെക്റ്റിനെ സമീപിച്ചു. മോഹൻ എന്നുള്ള ആർക്കിടെക്റ്റ് 1/2 സെൻറ്റ് സ്ഥലത്ത് പോലും കൊട്ടാരം പോലുള്ള വീട് ഡിസൈൻ ചെയ്യുന്ന ഒരു ആർക്കിടെക്റ്റാണ്. അപ്പോൾ പുള്ളി വിഭാവനം ചെയ്ത് നല്ലൊരു ഡിസൈൻ 2 ബെഡ്റൂം ആൻഡ് സിംഗിൾ ബെഡ്റൂം 2 ബെഡ്റൂം കോട്ടേജസ് നമ്മൾ ഉണ്ടാക്കി. ഇതിനകത്ത് താമസിക്കുമ്പോൾ സ്വന്തം വീട്ടിൽ താമസിക്കുന്ന പ്രതീതി തന്നെ എല്ലാവർക്കും തോന്നും. സ്പൈസസ് വില്ല എന്ന പേരിനെ അന്വർത്ഥമാക്കുന്നുണ്ട് ഇതുവഴി ചുറ്റിത്തിരിയുന്ന ഏല സുഗന്ധം പേറുന്ന കാറ്റ്. 1 ഏക്കർ സ്ഥലത്ത് നിറഞ്ഞു നിൽക്കുന്ന 12 കോട്ടേജുകൾക്കും സമാനമായ ഡിസൈൻ പാറ്റേണുകളാണ് നൽകിയിരിക്കുന്നത്. താഴേക്ക് തട്ടുകളായി ഡിസൈൻ ചെയ്തിരിക്കുന്ന കോട്ടേജുകൾക്ക് സ്ഥലപരിമിതിയിലും വ്യക്തമായ സ്വകാര്യത നൽകിയിട്ടുണ്ട്. പ്രകൃതിയുടെ ഭാവപകർച്ചകളെ മനസ്സിലേക്ക് ഒപ്പിയെടുക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഓരോ കോട്ടേജിനും ബാൽക്കണി ഒരുക്കിയിരിക്കുന്നത്. ഒറ്റനില 2 നില കോട്ടേജുകൾ ഇടകലർത്തിയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. പരിമിതമായ സ്ഥലത്ത് പരമാവധി സൗകര്യങ്ങൾ സൃഷ്ടിച്ചെടുത്താണ് കോട്ടേജുകൾ ഒരുക്കിയിരിക്കുന്നത്. ടൂറിസ്റ്റുകളെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു റിസോർട്ട് സംരംഭമാണിത്. അപ്പോൾ ഇതിന് തലപ്പത്ത് മിസ്റ്റർ MN വേണുഗോപാൽ ആണ്. അദ്ദേഹം എന്നോട് ഇവിടെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുമ്പോൾ എന്ന് പറയുന്നത് ഇവിടെ സ്ഥലം വന്ന് കാണാനായിട്ട്, ഇപ്പോൾ ഇവിടെ ഇങ്ങനെ സംരംഭമുണ്ട്, അതിന് സാധ്യതയുണ്ടോ, അതിനൊരു സ്റ്റഡി ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ നോക്കണം. അപ്പോൾ അങ്ങനെ സ്ഥലം വന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അദ്ദേഹത്തിനോട് വരുമ്പോൾ ഇവിടെ ഒരു പ്രത്യേക ഈ ഭൂപ്രകൃതിക്ക് യോജിച്ച രീതിയിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ ടോപ്പോഗ്രാഫി എന്ന് പറയുമ്പോഴത്തേക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള ടോപ്പോഗ്രാഫിയാണ്, നമ്മൾ പട്ടണത്തിലെ ഉള്ള രീതിയിലല്ല. കാരണം ഇത് ഡിസൈൻ ചെയ്യുന്നത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യാൻ വരുന്ന ടൂറിസ്റ്റുകൾ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ അന്തരീക്ഷം, ഇവിടുത്തെ ഭൂപ്രകൃതി ഇതിന് യോജിച്ച രീതിയിലുള്ള ഒരു ഡിസൈൻ. അപ്പോൾ അത് ഡിഫറൻ്റ് ആയിട്ട് ഒരു ടോപ്പോഗ്രാഫി എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരുന്ന സ്ഥലത്ത് നിന്ന് ഒരു 10-20 അടി താഴത്തേക്ക് സ്ലോപ്പായിട്ടുള്ളൊരു കുന്നിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആ കുന്നിൻ്റെ ചെരുവിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ കുന്നിൽ നോക്കിക്കഴിഞ്ഞാൽ മറ്റ് 2 ആംഗിളിൽ 2 തരത്തിലുള്ള മലകൾ കാണാം. അതിൻ്റെ പ്രത്യേക ഭംഗിയുണ്ട്. അപ്പോൾ അതൊക്കെ കാണാവുന്ന രീതിയിൽ നമ്മളിപ്പോൾ ഈ കുന്നെ തന്നെ അതിൻ്റെ ഷേപ്പിലാണ് ഈ വില്ല പോലത്തെ ഈ റിസോർട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പ്രകൃതിയുടെ ഹൃദയത്തിലേക്ക് ഒഴുകി നിറയുന്നത് പോലെയാണ് ഇവിടെ ഭൂമിയുടെ കിടപ്പ്. പരസ്പരം മറഞ്ഞു പോകാത്ത വിധത്തിൽ തനത് സൗന്ദര്യത്തെ വെളിപ്പെടുത്തുന്ന വിധത്തിലാണ് ഓരോ കോട്ടേജും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പ്രകൃതിക്ക് കൂടുതൽ മുറിവുകൾ ഏൽപ്പിക്കാതെ മരങ്ങൾക്ക് വരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് കോട്ടേജുകൾ നിർമ്മിച്ചിരിക്കുന്നത്. മരങ്ങൾ മുറിച്ചു മാറ്റാതെ കോട്ടേജുകളുടെ ഭാഗമാക്കി മാറ്റുന്ന ഡിസൈനിംഗ് രീതി നമ്മളെ ആകർഷിക്കുക തന്നെ ചെയ്യും. ജീവിത തിരക്കുകളിൽ നിന്ന് അകന്ന് ശാന്തമായ മനസ്സോടെ ഏതാനും ദിവസങ്ങൾ എന്ന ആശയത്തെ മുൻനിർത്തിയാണ് ശാന്തൻപാറ റിസോർട്ട് പ്രോജക്റ്റ് ആരംഭിക്കുന്നത്. വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഈ പ്രോജക്റ്റിന്റെ ശൈലിയിലും നിറഞ്ഞു നിൽക്കുന്നത് ഡിസൈനിങ്ങിലേതുപോലെയുള്ള പുതുമകളാണ്. പ്രകൃതിയുടെ വരദാനമായ ഈ ഭൂമിയിൽ 3 സെന്റിലൊരു കോട്ടേജ് സ്വന്തമാക്കുന്നതോടെ ഒരു സ്ഥിര വരുമാനം കൂടി ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയും. സെന്റിന് പൊന്നിൻ വില പറയുന്ന ഇക്കാലത്ത് ഭാവി വരുമാനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഇത്തരം പ്രോജക്റ്റുകൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നാണ്. ഈ സ്ഥലം ആദ്യമായിട്ട് വാങ്ങിക്കുമ്പോൾ ഞങ്ങളുടെ പേഴ്സണലായിട്ടൊരു ഹോളിഡേ വെക്കേഷൻ എന്ന് ഉദ്ദേശിച്ച് മാത്രമാണ് ആദ്യം പ്ലാൻ ചെയ്തത്. എന്നാൽ ഇവിടെ വന്ന് പല പ്രാവശ്യവും സുഹൃത്തുക്കളും എല്ലാമായിട്ട് വന്നപ്പോൾ പുതിയതായിട്ട് ഐഡിയകൾ വന്നു, മറ്റുള്ളവർക്ക് ഇത് ഉപയോഗിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. അപ്പോൾ പ്രത്യേകിച്ച് ഗൾഫിലും ഇന്നത്തെ കാലത്തെ കോർപ്പറേറ്റ് സെറ്റപ്പിലും ജോലി ചെയ്യുന്നവരുടെ വിശ്രമമില്ലാത്ത ജീവിതത്തിൻ്റെ ഇടയ്ക്ക് അവർക്ക് ഒരു ബ്രേക്ക്
പ്രകൃതിരമണീയമായ ഈ സ്ഥലത്ത് വന്ന് 2-3 ദിവസം സ്വന്തമായിട്ട് സ്വന്തം വീട്ടിൽ താമസിക്കുന്ന പോലുള്ള സുഖസൗകര്യത്തോടെ താമസിക്കാനുള്ളതായിട്ട് ഒരു സംരംഭം അങ്ങനെ മനസ്സിലൂടെ എടുത്തു. സുഹൃത്തുക്കളോട് പറഞ്ഞു, അതിന് തയ്യാറായ പലരും മുന്നോട്ട് വന്നു. ഇതിനകത്ത് ഷെയർ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് ആളുകൾ വന്നു. അപ്പോൾ അതിങ്ങനെ പ്ലാൻ ചെയ്തു. ഓരോരുത്തർക്ക് ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അവരുടെ സ്വന്തം പേരിലാവുമ്പോൾ അവർക്ക് അതിനൊരു അവരുടെ എന്നുള്ളൊരു തോന്നൽ വരും. അങ്ങനെ 3 സെൻറ്റിൽ ഒരു ചെറിയ വീട്. എന്നിട്ട് ഫസ്റ്റ് ഫേസിൽ നമ്മളൊരു 12 എണ്ണമാണ് ഇപ്പോൾ തീർത്തത്. ഇനി സെക്കൻഡ് ഫേസിൽ നമ്മൾ അടുത്ത 12 എണ്ണത്തിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. മറ്റുള്ള പല സംരംഭങ്ങളും ടൈം ഷെയർ സ്കീമിൽ ആണ് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നതിന് മുമ്പ്. നമ്മൾ അതിന് പകരം ടൈം ഷെയർ സ്കീമിന് പകരം ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ ഇതിൻ്റെ പാർട്ട്നേഴ്സ് ആൻഡ് ഓണേഴ്സായിട്ട് മാറ്റുകയാണ്. അപ്പോൾ അവർക്ക് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് അവരുടെ അസറ്റ്സ് അവരുടെ സ്വന്തം പേരിലുണ്ട്. ഇതിനുപരി ഈ പ്രൊമോട്ടേഴ്സ് തന്നെ ഈ സ്ഥാപനം ഒരു റിസോർട്ടായിട്ട് നടത്തുമ്പോൾ മൂന്നാറിൻ്റെ സമീപ സ്ഥലമായ ശാന്തമ്പാറ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് നമുക്ക് ടൂറിസ്റ്റുകളെ നല്ലൊരു മാർക്കറ്റിംഗ് സംരംഭത്തിലൂടെ നല്ലോണം ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാനും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് നല്ലൊരു വരുമാനം അന്ന് തിരിച്ച് ലഭിക്കും എന്നുള്ളത് ഉറപ്പുണ്ട്. നമ്മൾ ഇതിനായിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് കോർപ്പറേറ്റ് കമ്പനീസ്, ഹോസ്പിറ്റൽസ്, സ്കൂൾസ്, കോളേജസ് ഇവരുടെ എല്ലാം ഗ്രൂപ്പുകളെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് അവർക്ക് നല്ലൊരു ബഡ്ജറ്ററി ഔട്ടിംഗ് for 2-3 days. This is what will be target, that will be the marketing strategy. അതിലൂടെ ഇതിൻ്റെ ഓണേഴ്സിന് ആൻ അഷ്വേർഡ് ഇൻകം കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഓരോ പദ്ധതിയും യാഥാർത്ഥ്യമാകണമെങ്കിൽ ദൈവം നേരിട്ട് തന്നെ ഇടപെടേണ്ടി വരും. അവിടെയാണ് ശ്രീ PN മോഹനെ പോലെയുള്ളവർ ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളായി വാഴ്ത്തപ്പെടുന്നത്. ബിസിനസ് സംരംഭകർ കുന്നോളം ആഗ്രഹിക്കുമ്പോൾ ഇവർ തിരിച്ചു നൽകുന്നതാകട്ടെ ആകാശത്തോളവും. പ്രകൃതിയുടെ ഹരിത കാഴ്ചകൾ തേടിയിറങ്ങുന്ന വിനോദസഞ്ചാരികൾക്ക് സുരക്ഷിതത്വവും സൗകര്യവും ഒത്തിണങ്ങുന്ന ഒരിടം കൂടിയാണ് ഇവിടം. പ്രകൃതിയുടെ മായിക ഭാവങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു എന്നത് തന്നെയാണ് സ്പൈസസ് വില്ലയുടെ പ്രത്യേകത. അനന്തതയിലേക്ക് നീണ്ടുകിടക്കുന്ന ആകാശത്തിന്റെ അതിരുകൾ അവസാനിക്കുന്നത് മലമടക്കുകളിലാണ്. മഞ്ഞും മഴയും വെയിലുമെല്ലാം ഓരോരോ വേഷപ്പകർച്ചകളിലൂടെയാണ് ഇവിടെ നമുക്ക് അനുഭവമായി തീരുക. കിരീടം വെച്ച പോലെ കാണപ്പെടുന്ന കെട്ടിടങ്ങളുടെ വൃത്താകൃതി കാഴ്ചയ്ക്കൊപ്പം സൗകര്യങ്ങൾക്ക് കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. കോട്ടേജിന്റെ പ്രധാന വാതിൽ തുറക്കുമ്പോൾ കണ്ണിൽ നിറയുക കിടപ്പറയുടെ വാതിലുകളാണ്. ഫാമിലി ലിവിംഗിനെ മൾട്ടിപർപ്പസ് സംവിധാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഡൈനിങ് ഏരിയയായി ഉപയോഗിക്കാവുന്ന ഫാമിലി ലിവിംഗിലേക്ക് പ്രകൃതിയുടെ ഭാവങ്ങളെ ആനയിക്കുന്നത് 3 നീളൻ ജനാലകളാണ്. കോട്ടേജിന്റെ വൃത്താകൃതി നന്നായി പ്രതിഫലിക്കുന്നുണ്ട് ഫാമിലി ലിവിംഗിൽ. വൃത്താകൃതി അകത്തളത്തിന് കൂടുതൽ സ്പേസ് തോന്നിപ്പിക്കും. അർദ്ധവൃത്താകൃതിയാണ് വാഷ് ബേസിന്റെ ഡിസൈനിങ്ങിന് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വാഷ് ബേസിന്റെ അടിഭാഗം സ്റ്റോറേജ് സ്പേസായി ഉപയോഗപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട്. ദിവാൻ കോട്ടും ടീപ്പോയും കസേരയുമെല്ലാം സ്പേസ് പരമാവധി ലാഭിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫാമിലി ലിവിംഗിൽ നിന്ന് 2 സ്റ്റെപ്പുകൾ ഇറങ്ങിയാണ് കിടപ്പറയുടെ സ്വകാര്യതയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുക. കിടപ്പറയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ വലതുവശത്തായാണ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പ്രകൃതിയുടെ നേർത്ത ഭാവങ്ങളെ വരെ കിടപ്പറയുടെ ആത്മാവിലേക്ക് ആനയിക്കുന്ന വിധത്തിലാണ് ജനലുകളുടെ സ്ഥാനം ക്രമീകരിച്ചിരിക്കുന്നത്. വൃത്താകൃതി നൽകുന്ന സ്വാതന്ത്ര്യം പരമാവധി ആസ്വാദികരമാക്കിയാണ് കിടപ്പറയുടെ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ചുരുങ്ങിയ സ്ഥലത്തെ നിർമ്മിതിയിലും സ്വകാര്യത മുറിപ്പെടുന്നില്ല എന്നതാണ് കിടപ്പറയുടെ ഡിസൈനിങ്ങിൽ കാണുന്ന പ്രത്യേകത. നമ്മുടെ മനസ്സിനെ കുളിരണിയിച്ച് തണുത്ത കാറ്റ് എല്ലായ്പ്പോഴും കിടപ്പറയെ പുണർന്നു നിൽക്കുന്നുണ്ട്. കിടപ്പറയോട് ചേർന്നാണ് ബാത്റൂമിലേക്കുള്ള വാതിൽ കൊടുത്തിരിക്കുന്നത്. സ്ഥലപരിമിതിയെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് കാറ്റിൽ പറത്തും ബാത്റൂമിന്റെ ഡിസൈനിങ്. വൃത്താകൃതി നന്നായി പ്രതിഫലിക്കുന്ന ബാത്റൂം വളരെയധികം സ്പേസ് തോന്നിക്കുന്ന വിധത്തിലാണ് ഒരുക്കിയിട്ടുള്ളത്. ബാത്റൂമിലെ സജ്ജീകരണങ്ങളിലും ആധുനികതയുടെ ഭാവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മുകളിലത്തെ നിലയിലേക്കുള്ള പ്രവേശനം പുറത്തുനിന്നും പ്രത്യേകമായാണ് കൊടുത്തിരിക്കുന്നത്. ചുറ്റിലും നിറയുന്ന പ്രകൃതിയെ കണ്ണുകൾ കൊണ്ട് ചുംബിച്ച് നടന്നു കയറാവുന്ന വിധത്തിലാണ് സ്റ്റെയർ കേസ് രൂപപ്പെടുത്തിയിട്ടുള്ളത്.
ബാൽക്കണിയിലേക്ക് സ്റ്റെപ്പുകൾ കയറുന്നതിന് മുൻപ് ചെറിയൊരു സിറ്റൗട്ട് ഒരുക്കിയിട്ടുണ്ട്. പുറത്ത് നിറയുന്ന മഴ അതേ തീവ്രതയിൽ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങാൻ ഇവിടെ കുറച്ച് നിമിഷങ്ങൾ ചെലവഴിച്ചാൽ മാത്രം മതിയാകും. സ്റ്റെപ്പുകൾ കയറി നാം ചെല്ലുക ഓപ്പൺ ബാൽക്കണിയിലേക്കാണ്. റിസോർട്ടിന്റെ ഭംഗി പൂർണ്ണമായും ആസ്വദിക്കാൻ കഴിയുക ഇവിടെ നിൽക്കുമ്പോഴാണ്. കോട്ടേജിന് തൊട്ടു മുന്നിലായി കാഴ്ച നിൽക്കുന്ന മാവ് നമ്മളിൽ ഉണർത്തുക ഓർമ്മകളിൽ എവിടെയോ മറഞ്ഞു നിൽക്കുന്ന ഒരു കുട്ടിക്കാലമാണ്. ആകാശത്തിന്റെ അതിരുകളിലേക്ക് നീണ്ടുകിടക്കുന്ന വൃക്ഷത്തലപ്പുകളിലൂടെ അനാവൃതമാകുക പച്ചപ്പുകളുടെ ഹൃദയ കവാടമാണ്. ബാൽക്കണിയിൽ നിന്ന് 2 സ്റ്റെപ്പ് താഴ്ത്തിയാണ് മുകളിലത്തെ നിലയിലെ കിടപ്പറ ഒരുക്കിയിരിക്കുന്നത്. താഴത്തെ നിലയുടേതിന് സമാനമായാണ് മുകളിലത്തെ നിലയിലെ കിടപ്പറയും. ഇതിനു പുറമെ അറ്റാച്ച്ഡ് ബാത്റൂം കൂടി കൊടുത്തിട്ടുണ്ട്. ഒരു നില കൂടി പണിയാവുന്ന വിധത്തിലാണ് ഒറ്റ നില കോട്ടേജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിനായി ഉപയോഗിക്കാവുന്ന ഫാമിലി ലിവിംഗ്, അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ ബെഡ്റൂം തുടങ്ങിയ സൗകര്യങ്ങളൊക്കെ തന്നെയാണ് ഒറ്റനില കോട്ടേജിലും ഒരുക്കിയിട്ടുള്ളത്. അതിഥി ദേവോഭവ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ഉൾക്കൊണ്ടുകൊണ്ട് മൂന്നാറിൽ വരുന്ന ആൾക്കാർക്ക് വ്യത്യസ്തമായ ഒരു അനുഭവമാക്കി മാറ്റാനുള്ള ഒരു സംവിധാനം നമ്മൾ ഇവിടെ ഏർപ്പെടുത്തുകയാണ്. പിന്നെ ഇവിടെ ഇത്രയും വലിയ ഒരു കോട്ടേജസിൻ്റെ അല്ലെങ്കിൽ വില്ലാസിൻ്റെ പ്രൊജക്റ്റ് മൂന്നാർ തേക്കടി റൂട്ടിൽ ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഉള്ള ഒരു അനുഭവം. കാരണം ഇതിൻ്റെ ഇടയിൽ NH49 നിന്ന് വെറും 1.3 കിലോമീറ്റേഴ്സ് ഹൈറ്റിലേക്ക് 2 സൈഡും റോഡുകളും അതിനകത്തെ സൗകര്യങ്ങളും അതിഥികൾക്ക് ടൂറിസ്റ്റുകൾക്ക് വിശ്രമിക്കാനുള്ള ഒരു സൗകര്യങ്ങളും എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരു അതിഥി വന്നാൽ പിന്നീട് തിരിച്ച് അവർക്ക് അവിടെ വരാൻ തോന്നണം എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് നമുക്കിവിടെ ഉള്ളത്. നിലാവും മഞ്ഞും മഴയുമെല്ലാം ഒരു ക്യാൻവാസിലേക്ക് വരച്ചു ചേർക്കുമ്പോൾ ഡിസൈനറുടെ അനുഭവങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. ഈ അനുഭവങ്ങളുടെ ഉറവിടമാകുന്നതാകട്ടെ പ്രകൃതിയും യാത്രകളുമാണ്. ശ്രീ മോഹൻ്റെ ഡിസൈൻ മികവുകൾക്ക് അടിവരയിടുന്നുണ്ട് ശാന്തൻപാറയിലെ ഈ സ്പൈസസ് വില്ല. അതിഥികളെ ഋതുഭേദങ്ങൾക്കൊപ്പം വരവേൽക്കുന്നു എന്നതാണ് സ്പൈസസ് വില്ലയുടെ പ്രത്യേകത. മാവ്, പ്ലാവ്, ചന്ദനം, വയമ്പ് എന്നീ മരങ്ങൾക്കൊപ്പം സുഗന്ധം പരത്തി നിൽക്കുന്നുണ്ട് ചെമ്പകം. വെള്ളയും മഞ്ഞയും വർണ്ണത്തിൽ പൂത്തുലയുന്ന ചെമ്പകം വർഷത്തിൽ 2 മാസം ഒഴികെ ബാക്കി ദിവസങ്ങളിൽ വസന്തത്തിന്റെ പൂക്കൂടകളുമായി അതിഥികൾക്കായി ഇവിടെ കാത്തുനിൽപ്പുണ്ട്. റിസോർട്ടിന്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം 1 ഏക്കറോളം ഉള്ള ഒരു ലാൻഡ് ഏരിയയിലാണ് ഇതിപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് 12-13 റിസോർട്ടായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കിച്ചൺ സൗകര്യവും അല്ലെങ്കിൽ ഓഫീസ് സൗകര്യമൊക്കെ വേറെ ഉണ്ട് തന്നെ. അപ്പോൾ ഡൈനിങ് ഏരിയ പ്രത്യേകിച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ടൂറിസ്റ്റുകൾ വരുവാണെങ്കിൽ ഇപ്പോൾ ഫാമിലി ആയിട്ട് ഗ്രൂപ്പായിട്ടൊക്കെ വരുവാണെങ്കിൽ അവർക്ക് എൻജോയ് ചെയ്യും. അവർക്ക് എന്ന് വെച്ചാൽ